നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പഞ്ചാബിലെ ലുധിയാന വെസ്റ്റിൽ നിന്നും സഞ്ജീവ് അറോറ അവിടെ വിജയിച്ചപ്പോൾ, ആം ആദ്മിക്ക് വേണ്ടി വിജയിച്ചപ്പോൾ വാസ്തവത്തിൽ അതൊരു ആശ്വാസകരമായ ഒരു കാര്യമായാണ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം സഞ്ജീവ് അറോറ നിലവിൽ രാജ്യസഭാ അംഗമാണ്. പഞ്ചാബിൽ 2027 മാത്രമേ രാജ്യസഭാ സീറ്റ് ഒഴിവുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ കൺവീനറായ കെജ്രിവാളിന് രാജ്യസഭയിലേക്ക് എത്തണമെങ്കിൽ ഒരാൾ രാജിവെച്ചേ മതിയാവൂ. അതുകൊണ്ടാണ് മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തുകൊണ്ട് സഞ്ജീവ് അറോറയെ ഇപ്പോൾ ലുധിയാനയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്. 10,000-ഓളം വോട്ടുകൾക്ക് വിജയിച്ചെങ്കിലും അവിടെ കോൺഗ്രസ് ആണ് 2ാം സ്ഥാനത്ത് വന്നത്. BJP പതിവ് പോലെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ഗുജറാത്തിലെ വിസവദാർ മണ്ഡലത്തിൽ ഇറ്റാലിയ ഗോപാൽ ആം ആദ്മിക്ക് വേണ്ടി 17,000 വോട്ടുകൾക്കാണ് BJPയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത്. BJPയുടെ ഉരുക്ക് കോട്ടകൾ പലതും ആം ആദ്മി പിടിച്ചെടുക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നാൽ മികച്ച രീതിയിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ തിരിച്ചു വരാം എന്ന പ്രതീക്ഷ ആം ആദ്മിക്കുണ്ട്. എന്നാൽ ഇന്ത്യ മുന്നണിയിൽ നിന്നുമുള്ള ഏകപക്ഷീയമായ ഇറങ്ങിപ്പോക്ക് ആം ആദ്മിക്ക് അത്ര ഭൂഷണമല്ല എന്ന തിരിച്ചറിവ് ഇപ്പോൾ കെജ്രിവാളിന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് രാജ്യസഭയിലേക്ക് കെജ്രിവാൾ എത്തിയാലും ശക്തമായ പ്രതിപക്ഷമായി നിൽക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയേ തീരൂ. മാത്രമല്ല, സുപ്രധാന ബില്ലുകളെല്ലാം തന്നെ അത് പാസ്സാക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJP ഏത് അടവ് നയവും സ്വീകരിക്കും എന്നുള്ളത് കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് കെജ്രിവാൾ. കെജ്രിവാളിനെ ടാർഗറ്റ് ചെയ്തതും അദ്ദേഹത്തിനെ ജയിലിൽ കൊണ്ടുപോയതുമൊക്കെ BJPയുടെ ഗൂഢ നീക്കങ്ങളുടെ ഭാഗമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുമ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തച്ചുടയ്ക്കാൻ ശ്രമിച്ച BJPയോട് സന്ധി ചെയ്യാൻ ഈ കാണിക്കുന്ന ഡബിൾ സ്റ്റാൻഡ് എന്തിനാണ് എന്നുള്ളത് കൃത്യമായി കെജ്രിവാളിനോട് കോൺഗ്രസ് ചോദിക്കുമ്പോൾ, ജനങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കെജ്രിവാളിന് കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇപ്പോഴത്തെ പഞ്ചാബിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എല്ലാത്തിനുമുള്ള ഒരു ഉത്തരമായി കണക്കാക്കാം. ഗുജറാത്തിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഈ വിജയവും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ കോൺഗ്രസുമായി ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് എത്തിച്ചേരേണ്ടതിൻ്റെ അനിവാര്യത കൂടിയാണെന്ന് വ്യക്തമാകുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിത മണ്ഡലങ്ങൾ പലതും സേഫ് അല്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. ഗുജറാത്തിലെ BJPയുടെ തട്ടകങ്ങൾ പൊളിഞ്ഞടുങ്ങുകയാണ് എന്നത് വേണമെങ്കിൽ അങ്ങനെ തന്നെ വിവരിക്കുന്ന സാഹചര്യമാണ്. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് വിജയ് റൂപാണി മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യത്തിൽ 99 സീറ്റ് മാത്രം BJPക്ക് കിട്ടിയപ്പോൾ കോൺഗ്രസ് മിന്നുന്ന നേട്ടത്തോടെ 77 സീറ്റുകളുമായാണ് പ്രതിപക്ഷത്തെത്തിയത്. ഒരു ഘട്ടത്തിൽ ലീഡ് നില കോൺഗ്രസിന് 100-ലേക്ക് വരെ എത്തിയ സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മിയുമായി ഒരു ഇക്വേഷനിലേക്ക്, ഒരു പരസ്പര ധാരണയിലേക്ക്, ഒരു കോമൺ മിനിമം പ്രോഗ്രാമിലേക്ക് എത്താൻ വലിയ തോതിൽ കോൺഗ്രസും ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷ ശക്തി ഊട്ടി ഉറപ്പിച്ചാൽ മാത്രമേ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാതിരിക്കൂ. അത് പഞ്ചാബിലായിരുന്നാലും ഗുജറാത്തിലായിരുന്നാലും കൃത്യമായി നോക്കിയാൽ അറിയാം. ആം ആദ്മിയുടെയും കോൺഗ്രസിൻ്റെയും കൂടി വോട്ട് ചേരുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി 8 നിലയിൽ പൊട്ടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് ഗുജറാത്തിലായിരുന്നാലും അത് കൃത്യമായി ഹരിയാനയിലായിരുന്നാലും. ഗുജറാത്തിൽ 2022 തെരഞ്ഞെടുപ്പിൽ 14% വോട്ടുകളാണ് അവിടെ ആം ആദ്മി പാർട്ടി പിടിച്ചത്. അതുകൂടി കോൺഗ്രസിനോടൊപ്പം ചേർന്നാൽ BJPയും അതുപോലെ തന്നെ പ്രതിപക്ഷ സഖ്യവും തമ്മിൽ വെറും 1% വ്യത്യാസം മാത്രമേ ഉള്ളൂ. BJPയുടെ ജയസാധ്യത മങ്ങും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ലതാനും.